പ്രിയപ്പെട്ടവരെ, ലെബനാനിലെ ഹിസ്ബുള്ള ശക്തമായ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യത്തിനെതിരെ നടത്തിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം 10ഓളം ഹെലികോപ്റ്ററുകളാണ് അവിടെ പരിക്ക് പറ്റിയ അതുപോലെ മരണപ്പെട്ട ഇസ്രായേലി സൈനികരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ലെബനാനിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇസ്രായേലി മീഡിയ റിപ്പോർട്ട്സ് അറ്റ്ലീസ്റ്റ് 10 ഹെലികോപ്റ്റേഴ്സ് എവാക്യുവേറ്റഡ് ഡെഡ് ആൻഡ് വൂണ്ടഡ് soldiers from southern Lebanon, with the Israeli army imposing strict censorship on the event. ആ സ്ഥലത്ത് ഇസ്രായേൽ സൈനികർ ശക്തമായ രൂപത്തിലുള്ള സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ ഇസ്രായേലിന്റെ മീഡിയ പറയുന്നത് ചുരുങ്ങിയത് 10 ഹെലികോപ്റ്ററുകളെങ്കിലും അവിടെ പരിക്ക് സംഭവിച്ച മരണപ്പെട്ട ഇസ്രായേലി സൈനികരെ രക്ഷിക്കാൻ വേണ്ടി സ്ഥലത്തെത്തി എന്നുള്ളതാണ്. മാത്രമല്ല, അവിടെ ശക്തമായ സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, വളരെ ദീർഘകാലമായി ഇസ്രായേൽ സംഭവിച്ച ഏറ്റവും വലിയ ഒരു സെക്യൂരിറ്റി ഇൻസിഡന്റ് ആണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. 10ഓളം ഹെലികോപ്റ്ററുകൾ സ്ഥലത്തെത്തി ആളുകളെ രക്ഷിക്കാനെന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഖ്യയെങ്കിലും അവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഏത് രീതിയിലാണ് ഹിസ്ബുള്ള ഇങ്ങനെ ഒരു തിരിച്ചടി നടത്തിയത് എന്ന് നമുക്ക് കൃത്യമായ വാർത്ത വന്നിട്ടില്ല. ഒരുപക്ഷെ ഇസ്രായേലി സൈനികർ കൂടി നിൽക്കുന്ന ബരാക്കിന് നേരെ ആക്രമണം നടത്തിയതാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്ര കൂടുതൽ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ ഇൻസിഡന്റ് സംഭവിക്കുന്ന ഒരു ആക്രമണം അതാകാനാണ് സാധ്യത. സാധാരണ രീതിയിൽ ടാങ്കുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളൊക്കെ ലെബനാനിലെ ഹിസ്ബുള്ള നടത്താറുണ്ട്. പക്ഷെ ആ ആക്രമണങ്ങളിൽ ഇത്ര കൂടുതൽ മരണം സംഭവിക്കാനുള്ള സാധ്യതയില്ല. കാരണം ഒരു ടാങ്കിനകത്ത് ഏറ്റവും കൂടുതലാണെങ്കിൽ 4 സൈനികർ മാത്രമാണ് അത് നിയന്ത്രിക്കാനുണ്ടാവുക. അതേസമയം ഇത്രയും കൂടുതൽ ആളുകൾക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ബറാക്കുകൾക്ക് നേരെയുള്ള ആക്രമണമായിരിക്കും. ഒരുപക്ഷെ ഒരു സൈറ്റിൽ മാത്രമായിരിക്കണമെന്നില്ല, വ്യത്യസ്ത തലങ്ങളിൽ ഏകദേശം അടുത്തുള്ള പല പ്രദേശങ്ങളിലായി ഒരേ സമയത്ത് നടത്തിയ ആക്രമണങ്ങൾ ആകാനുള്ള സാധ്യതയുണ്ട്. എന്തായിരുന്നാലും ഹിസ്ബുള്ളയും അതുപോലെ ഇസ്രായേലും ഇപ്പോൾ ഏറ്റുമുട്ടാൻ ആരംഭിച്ചതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാണ് ഇസ്രായേലി സൈന്യത്തിന് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇസ്രായേലി മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.